പിയാനോ. നോക്കൂ സുഹൃത്തെ, ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള വെണ്ണുരകളെ? ഉയർന്നു താഴുന്ന പിയാനോ സ്ട്രിങ്ങുകൾ പോലുള്ള ഈ തിരമാലകളെ നീ ഒന്ന് കാർലോസ് ചേട്ടോ, കാർലോസ് ചേട്ടാ, ഏയ് അവിടെ ഒന്ന് നിക്കണ്ട കാർലോസ് ചേട്ടാ. ഓ ജീസസ്, ഇവനെന്താ ഇവിടെ കാര്യം ഈ പോർട്ടില്? ചേട്ടൻ എന്താ ചെവി കേട്ടൂടെ? ഓ സ്റ്റീഫൻ, താനെന്തോ ഇവിടെ? ഓ എനിക്കെന്താ ഇവിടെ ഒന്നും വരാൻ പാടില്ലേ? അതല്ല, പണം പലിശക്ക് കൊടുക്കുന്നതിന് ഇവിടെ ഈ തുറമുഖത്ത് എന്താ കാര്യമൊന്നും? ഓ അപ്പൊ കാർലോസ് ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ ചേട്ടാ, ഈ കടപ്പുറത്തെ ദാരിദ്ര്യം പിടിച്ചവന്മാർക്ക് കടം കൊടുത്തു കൊടുത്ത് ഞാൻ മുടിഞ്ഞു. തിരിച്ചിങ്ങോട്ട് മുതലുമില്ല, പലിശയുമില്ല. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നപ്പോ ഞാൻ അക്കരെ പേർഷ്യയിൽ നിന്ന് പണം ഇറക്കാൻ ഏർപ്പാടാക്കി. ഇപ്പൊ എന്താ, പേർഷ്യയിൽ നിന്ന് വന്ന ആ കപ്പലില്ലേ, അതിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പണം. ഈ കടപ്പുറത്തെ തെണ്ടികൾക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണം അല്ല പിന്നെ. അതേതായാലും നന്നായി കേട്ടോ. ഇവിടെ ഇങ്ങനെ സ്റ്റീഫനും അക്കരെ പേർഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉള്ളത് കൊണ്ട് ഈ കടപ്പുറത്തെ അഗതികൾക്ക് രക്ഷയായി. സ്റ്റീഫന് വേണ്ടത് പരിഹാസമല്ല കേട്ടാ, പലിശയാണ്, പലിശ. ഓഹോ, തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ, ഇല്ലേ? ഇല്ലാന്നൊന്ന് പറഞ്ഞു നോക്കി. അതിന് ഞാനിപ്പം കാർലോസ് ചേട്ടനോട് പലിശ ചോദിച്ചോ? ഇല്ലല്ലോ. കാർലോസ് ചേട്ടൻ ആള് ഡീസന്റ് അല്ലായോ? മനസ്സിലായില്ല. ഇനി ഞാനിപ്പം കാർലോസ് ചേട്ടന്റെ പാരമ്പര്യവും ഈ ഞരമ്പിൽ ഓടുന്ന ചോരയുടെ നെറിയൊക്കെ പറഞ്ഞു കേൾപ്പിക്കണമായിരിക്കും. അതേടാ, നെറിയുള്ള ചോര തന്നെയായി ഞരമ്പിലോട് ഓടുന്നത്. വിശ്വസിക്കണം അതിനെ. മനുഷ്യനിൽ വിശ്വാസമുള്ളതുകൊണ്ടാ ഞങ്ങൾ അവരെ വിദേശികളായിട്ടും സ്വീകരിച്ചത്. ഒടുക്ക എല്ലാം വിട്ടെറിഞ്ഞ് അവരൊക്കെ കടൽ കടന്ന് പോയിട്ടും ഞങ്ങളിങ്ങനെ സങ്കരവർഗം എന്ന പരിഹാസവും ഏറ്റുവാങ്ങി ഇവിടെ തുടരുന്നതും ഈ നാടിനോട് കൂറുള്ളതുകൊണ്ടാ. വി വെർ ലോയൽ, വി ആർ ലോയൽ ആൻഡ് വി വിൽ ബി ലോയൽ. മനസ്സിലായോടാ? ഇതാ കാർലോസ് ചേട്ടന്റെ ഒരു കുഴപ്പം. എന്തു പറഞ്ഞാലും കയറി അങ്ങോട്ട് ചൂടാകും. അപ്പോഴൊക്കെ തുടങ്ങും പഴങ്കഥകൾ. സായിപ്പന്മാര് വന്ന കഥ, അവരെ സ്നേഹിച്ച കഥ, അവര് പോയ കഥ, നിങ്ങൾ ഇവിടെ നിന്ന കഥ. ഇങ്ങനെ കയറി മുടക്കാൻ മാത്രം ഞാനിപ്പോ മുതലോ പലിശ വല്ലതും ചോദിച്ചോ? പിന്നെ നീ എന്തിനാ എന്നെ പുറയുന്നു വിളിച്ചത്? ചേടാ, ഈ പലിശക്കാരുടെ ഒരു ഗതികേട് നോക്കണേ. പണം കൊടുത്തു പോയാ തീർന്നു. പിന്നെ മുമ്പിൽ നിന്നും വിളിക്കാൻ മേല, പുറകിൽ നിന്നും വിളിക്കാൻ മേല. ഒന്ന് കുശലം ചോദിക്കാനും പറ്റൂലേ? നിനക്ക് എന്ത് കുശലമാ ചോദിക്കാനുള്ളത്? ഓ, അപ്പോഴൊക്കെ മുഖം മാറിയത് കണ്ടില്ലേ? എന്താ ഒരു ഗൗരവം. ഇനി ഞാൻ സത്യം പറയാലോ ചേട്ടാ, 5-6 മാസമായി പലിശ തരാതെ മുങ്ങി നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ നിങ്ങളുടെ ഈ പോർട്ടില്.
എന്താ അവന്റെ പേര്? ചീങ്കണ്ണി ജോൺസൺ. ആ കള്ള തിരുമാലിയെ കയ്യോടെ പൊക്കാനാ ഞാൻ വന്നത്. അവനെ കാണാതെ ഇങ്ങനെ നിൽക്കുമ്പം കാർലോസ് ചേട്ടനതാ നടന്നു പോകുന്നു. എന്നാ പിന്നെ 4 ലോഹ്യം പറയാലോ എന്ന് കരുതി പുറകേന്ന് വിളിച്ചു. അതായിപ്പോ കുഴപ്പമില്ല. അല്ല ചേട്ടാ, ഈയിടെയായി ലോനപ്പൻ ചേട്ടന്റെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എന്താ ചേട്ടൻ ഡ്രിങ്ക്സ് അടി നിർത്തിയോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിർത്തിന്ന് പറയാം. ലോനപ്പന്റെ അവിടെ വന്ന് കുടിക്കാനുള്ള മുതലൊന്നും ഇപ്പൊ കയ്യിലില്ല. ഈ പോർട്ടിലെ ഗുമസ്തംപണിയിൽ നിന്ന് കിട്ടുന്നതൊക്കെ കണ്ട കള്ളപ്പലിശക്കാർക്ക് മാസാമാസം കൊടുക്കാനേ തയ്യുന്നുള്ളൂ. അത് ചേട്ടൻ നമുക്കിട്ടൊന്ന് വെച്ചതാണല്ല. ദേ നോക്കിയേ ചേട്ടാ, അബ്രഹാമിന്റെ ബാർ. നമുക്ക് സ്വല്പം ഡ്രിങ്ക് അടിച്ചാലോ? വേണ്ട, പേടിക്കണ്ട. ഇന്നത്തെ ചെലവ് എന്റെ വക. ഏതായാലും കാർലോസ് ചേട്ടന്റെ വക കുറച്ച് തെറി കേട്ട ദിവസമല്ലേ, അതിന്റെ ഒരു സന്തോഷത്തിന്. ഞാനില്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കൂടി നിർത്തി. റോസയ്ക്കും നാൻസിക്കും ഞാൻ വാക്ക് കൊടുത്ത. വാക്ക് തെറ്റിച്ച നിനക്കറിയാലോ റോസയുടെ സ്വഭാവം. നീ പോയി കുടിച്ചോ. ഗോ ഗോ ആൻഡ് എൻജോയ്. അങ്ങനെ ഒരാൾ കൂടി വിശുദ്ധനായി. ആരാ? സെയിന്റ് കാർലോസ് പെരേര. പിന്നെ അബ്രാഹിനോട് ഞാൻ ചോദിച്ചായിട്ട് പറഞ്ഞേര് കേട്ടോ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. അവിടെ നിന്നേ. സ്റ്റീഫൻ, വാട്ട്സ് ടൈം നൗ? What is time now? 6:30 now. Oh Jesus, it's too late. റോസ ഇന്ന് എന്നെ വെച്ചേക്കില്ല. ഗുഡ് ഈവനിംഗ് പപ്പ. ഗുഡ് ഈവനിംഗ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻസൈഡ്? എന്താ പപ്പ? വീട്ടിനകത്താരാ പിയാനോ വായിക്കുന്നത്? ഈസ് ഇറ്റ് റോസ, യുവർ മമ്മി? നോ പപ്പ. പിന്നാരാ? എന്റെ അനുവാദം ഇല്ലാതെ പിയാനോ തൊട്ട് കളിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ മൈ ഗോഡ്, കൂൾ ഡൗൺ പപ്പ. മമ്മി കേൾക്കും. കേട്ടാലെന്താ? പതുക്കെ. മമ്മിയുടെ കൂടെ മറ്റു ചില ഗസ്റ്റുകൾ കൂടിയുണ്ട്. പ്ലീസ് പപ്പ. എല്ലാവർക്കും കൂടെ അങ്ങനെ കൈവച്ച് കളിക്കാനുള്ള കളിപ്പാട്ടം ഒന്നും അല്ലത്. പ്രശ്നം ഉണ്ടാക്കല്ലേ പപ്പ. ഇന്ന് ഏതായാലും പ്രശ്നം ഉണ്ടാക്കിട്ട് തന്നെ കാര്യം. എന്താ ഇത് റോസ? കീപ് ക്വയറ്റ്. ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് ഷെർലി. കൺഗ്രാറ്റ്സ്. താങ്ക് യു മാം. ലുക്ക് മാർഗരറ്റ്, മീറ്റ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ കാർലോസ്. ഐ ആം മാർഗരറ്റ്. ഇതെന്റെ മകൾ ഷെർലി. കാർലോസിന് ആളെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാനെന്ന് പറഞ്ഞില്ലേ ചാർലി എങ്ങളുടെ നെയ്ബറായി എന്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടെന്ന്. അത് ഇവളാണ്. പിന്നെ കാർലോസ് കേട്ടില്ലേ ഷെർലിയുടെ പിയാനോ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? ടു ബി ഫ്രാങ്ക്, നോട്ട് അപ് ടു ദ മാർക്ക്. ഓ, അത്ര പോരാ. ട്രെയിനിങ്ങിന്റെ കുറവുണ്ട്. കാർലോസിന്റെ വായിന്ന് കോംപ്ലിമെന്റ് വീഴണമെങ്കിൽ ഒത്തിരി പാടാ. ഡോണ്ട് ബി അപ്സെറ്റ് ഷെർലി. എനിക്ക് ഇഷ്ടമായി നിന്റെ പെർഫോമൻസ്. ഹേയ്, ഡോണ്ട് വറി ഗേൾ. ഇങ്ങനത്തെ പഴഞ്ചൻ സാധനത്തിൽ നിന്ന് മഹത്തായ സംഗീതം ഉണ്ടാക്കാനുള്ള സൂത്രപ്പണിയൊന്നും എനിക്കറിയില്ല. പഴക്കമുണ്ട്, ശരി തന്നെ. പക്ഷെ മഹത്തായ സംഗീതം കുറെ ഏറെ കണ്ട സാധനം തന്നെ ഇത്. ഓ പിന്നെ, അങ്കിള് നോക്കിയ ഇതിന്റെ പെടലുകൾ. അമർത്തിയൊന്ന് ചവിട്ടിയാ പൊടിഞ്ഞു താഴെ പോകും. ഈ ഐവറി കോട്ടിങ്സ് ഒക്കെ ഇളകി പോന്നിരിക്കുന്നു. ഇത്ര കഷ്ടപ്പെട്ട് ഈ പഴയ സാധനം എടുത്ത് പെരുമാറിയെന്തിനാ? ലുക്ക് സർ, റോസ എന്റെ പഴയ ഫ്രണ്ടാണ്. അവള് ഫോണിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം വന്നു. പക്ഷേ ഇത്രയും പഴക്കമുണ്ടെന്ന് കരുതിയില്ല. വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നറിയാൻ ഷേർലി അവൾക്ക് അറിയാവുന്നൊരു കോമ്പോസിഷൻ വായിച്ചു. അത്രയല്ലേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. റോസ, വാട്ട് ഈസ് ദിസ്? അവർ ഞാൻ വിളിച്ചിട്ട് വന്നതാ ഈ പിയാനോ കാണാൻ. അവർക്കത് ബോധിച്ചിട്ടുണ്ടെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. റോസ, ഹൗ ഡെയർ യു? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? ഈ വിഷയത്തിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണമെന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാധനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്താ, അങ്ങനെയല്ലേ മമ്മി? അത് ശരിയാ. കാശം തന്ന് ഇവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോയി പിന്നെ അതിന്റെ മേൽ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ഞങ്ങൾക്കാവില്ല. സോറി റോസ. ഇത്രയും ദൂരം താണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി കാണേണ്ട മഹത്വമൊന്നും ഇതിനില്ല. ഞാൻ മമ്മിയോട് അപ്പോഴേ പറഞ്ഞതാ. ഈ കൊച്ചി ഇപ്പോഴും മഹത്വത്തെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിൽ നിന്ന് തനിയെ മഹത്തായ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല. അത് ഗ്രേറ്റ് ആകുന്നത്, അതിലെ സംഗീതം ഗ്രേറ്റ് ആകുന്നത് ഗ്രേറ്റ് ആയ ഒരു മ്യൂസിഷ്യൻ വന്നതിനെ സ്പർശിക്കുമ്പോഴാണ്, വിരലോടിക്കുമ്പോഴാണ്. ലുക്ക് കാർലോസ്, നിങ്ങൾ ഇങ്ങനെ തിയറിയും ഫിലോസഫിയും പറയുന്നതിന് പകരം അതിലൊരു സൊനാറ്റ വായിച്ച് കേൾപ്പിക്കൂ. നോ. അകത്തേക്ക് പോകാൻ വരട്ടെ കാർലോസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പീസ്
ഐ മീൻ ബിഥോവന്റെ മൂൺലൈറ്റ് സൊനാറ്റ പോലെ സിമ്പിളായ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യൂ. അത് വേണ്ട. നോ, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? ശരിയാവില്ല, അത്ര തന്നെ. നിങ്ങൾ വഴക്ക് നിർത്ത്. അവര് പോയി. ദേ ഓൾറെഡി ലെഫ്റ്റ്. വാട്ട് ആർ യു ഡൂയിങ് കാർലോസ്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. റോസ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അറിയൂ മാറ്റ്. ഭ്രാന്ത് എനിക്കല്ല, കാർലോസിനാണ്. ഞാൻ എന്ത് ഭ്രാന്ത് കാണിച്ചു? അവർ ആരാന്നറിയോ കാർലോസിന്? ആരായാലും എനിക്കെന്താ? നീയും കേട്ടതല്ലേ അവളുടെ അഹങ്കാരം പറച്ചില്. 3 or 4 തലമുറകള്, അതും പ്രശസ്തരായ മ്യൂസീഷ്യൻസ് പ്ലേ ചെയ്ത പിയാനോയെ കുറിച്ചാ അവള് വേണ്ടാതിനും പറഞ്ഞ്. എനിക്ക് എന്റെ ഫോർ ഫാദേഴ്സിനെ മൊത്തം ഇൻസൾട്ട് ചെയ്ത പോലെ തോന്നിയത്. ഐ കുഡ് നോട്ട് കൺട്രോൾ മൈസെൽഫ്. കാർലോസ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചിരുന്നു എങ്കിൽ 2 മിനിറ്റ് ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ പീസ് ആ പിയാനോയിൽ വായിച്ചിരുന്നെങ്കിൽ അവരുടെ നാവ് ഇറങ്ങി പോയില്ലായിരുന്നോ? ഞാനത് വായിക്കാൻ പോണില്ല എന്ന് നിനക്കറിയാവല്ലോ. ലുക്ക് കാർലോസ്, പ്രതാപവും പറഞ്ഞിരുന്നാ മതിയോ? ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്ന കാർലോസ് വിചാരിക്കുന്നത്? അതുകൊണ്ടായിരിക്കും പിയാനോ വിറ്റുകളയാണെന്ന് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത്. അതെ, ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും കാർലോസ് അറിയുന്നുണ്ടോ? അടുത്ത മാസം നാൻസിയുടെ മാരേജ് ആണ്, അറിയോ? അത് പൊന്നോമന മോളുടെ കെട്ട് നടത്താൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഈ പഴയ പിയാനോ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കല്യാണം നടത്താമെന്നാണോ നീ കരുതുന്നത്? കറുത്ത് തടിച്ച തിമിംഗലം പോലുള്ള ഈ പാട്ടുപെട്ടി വെറുതെ ഇരുന്ന് സ്ഥലം മെനക്കെടുത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടെ നിന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ ഈ മുറി ഫ്രീ ആയി. നാൻസിക്കും ചെക്കനും ബെഡ്റൂം. ഇങ്ങോട്ട് നോക്കിയേ, റോസ പറയുന്നതിലും കാര്യമുണ്ട്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച്. നീ എന്താടാ പ്രാഞ്ചി വകതിരിവില്ലാത്തവനെ പോലെ സംസാരിക്കുന്നത്? വകതിരിവില്ലാത്തതേ ഫ്രാൻസിസിനല്ല, നിനക്കാ. ഇവിടെ ഇങ്ങോട്ട് നോക്കാനല്ലേടാ പറഞ്ഞത്. അടുത്ത മാസം കല്യാണം നടക്കേണ്ട വീടല്ലേ അത്? അല്ലേൽ തന്നെ സ്ഥലമില്ല. അപ്പോഴാ അതിനകത്ത് മല പോലൊരു പിയാനോ കൊണ്ടുവച്ചിരിക്കുന്നു. ഇത്രയും കാലം അങ്ങനെയല്ലേ കഴിഞ്ഞിരുന്നത്? അതുപോലെ ആണോടാ ഇനിയുള്ള കാലം? ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്, നീ അതിലിപ്പോ വായിക്കാറില്ലല്ലോ? ഇല്ല. അപ്പോ എന്ത് ചെയ്യണം? വിൽക്കണം. വിറ്റാ രണ്ടുണ്ട് കാര്യം. വീട്ടിനകത്ത് സ്ഥലവും കിട്ടും, കല്യാണ ചെലവിന് കാശും കിട്ടും. ഇക്കാര്യത്തിൽ ഞാൻ റോസയുടെ ഭാഗത്താ. അത് ശരി. നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിശേഷവും ഇല്ല. നിനക്കറിയില്ല ഒന്നും. എടാ കാർലോസേ, ഇങ്ങോട്ട് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കാൻ. നീ ഇങ്ങനെ ഈ തുറമുഖത്തിൽ ഗുമസ്തനായി കഴിയേണ്ട ആളാണ് അല്ലല്ലോ. ഇടയ്ക്കൊക്കെ ആ പിയാനോയിൽ പെരുമാറിയാലേ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ നിന്റെ ആ പഴയ കാലം. നിർത്ത്. പ്രാഞ്ചിക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഉടക്ക് സ്വഭാവം കൊണ്ടാ നീ ഗതി പിടിക്കാത്തത്. എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. എന്നാ പിന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പം എടാ പ്രാഞ്ചി, നീ ആ മുനമ്പിലൊന്ന് വരണം. ചില പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞ് എന്നോട് സഹകരിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. പ്രശ്നങ്ങൾ വരുമ്പോ പിന്നെ ഞാൻ വേറെ ഏത് ചെകുത്താനാടാ കൂട്ടു വിളിക്കുന്നത്? എന്റെ പ്രാഞ്ചി അല്ലാതെ. നിന്റെ ഈ ചിരിയും കളിയൊന്നും ഈ പ്രാഞ്ചിയോട് വേണ്ട. കാർലോസേ, നാട്ടുകാരുടെ മുന്നിൽ വലിയ സുഹൃത്തുക്കളാ. എന്നാ നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയോ? ഇല്ല.
എന്തെങ്കിലും വാ തുറന്ന് പറയോ അതുമില്ല. ഇതാ കാർലോസേ, നീ ഇതുവരെയായിട്ടും അക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാന്താക്രൂസ് ഐലൻഡിലെ ആ സംഗീത പരിപാടിയിലെ ശരിക്കും എന്തിനാ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ നീ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ. ഇപ്പൊ എത്ര വർഷങ്ങളായിട്ടുണ്ടാവും? 10 അതോ 12? എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ പരിപാടി കഴിഞ്ഞ് നീ ഇതാ ഇവിടെ കുടിച്ചു വന്ന് കരഞ്ഞ് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതീ പിന്നെയാ നീ പിയാനോ തൊടാതായത്. പഴങ്കഥകൾ പറയാനും കേൾപ്പിക്കാനും അല്ല ബ്രാഞ്ചിയെ ഇങ്ങോട്ട് വിളിപ്പിച്ച്. ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ നീ ഒറ്റയ്ക്ക് അങ്ങ് തീർത്തോ. പിണങ്ങാതടാ, ഞാൻ പോണു. നീ അവിടെ നിന്നേ. എടാ ഞാൻ പറയാം റാഞ്ചി, ഞാൻ പറയാം. എന്നാ പറഞ്ഞ് പണ്ടാരടങ്ങ്. അന്ന് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ടിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ? അതെ, പറയാം. അത് ഒരു ജയന്റ് ഓർക്കസ്ട്ര തന്നെയായിരുന്നു. അറുപതിനും 100നും ഇടയ്ക്ക് വാദ്യോപകരണങ്ങൾ. എനിക്ക് പെർഫോം ചെയ്യാൻ ഏറെ സ്കോപ്പ് ഉണ്ടായിരുന്ന ബിഥോവന്റെ ഒരു സിംഫണിയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. സാന്താക്രൂസ് ദ്വീപിൽ വീശിയടിക്കുന്ന കടൽക്കാറ്റുകൾ പോലും വീർപ്പടക്കി നിന്ന ഉച്ചസ്ഥായികളും നിശബ്ദതകളും ഞാൻ എന്റെ പിയാനോയിലൂടെ ബിഥോവൻ ബധിരതയുടെ ലോകത്തു നിന്ന് സൃഷ്ടിച്ച താഴ്വരകളെ, പുൽമേടുകളെ വീണ്ടും വീണ്ടും കണ്ടെടുക്കുകയായിരുന്നു. സംഗീതത്തിന്റെ മഹാപ്രവാഹത്തിലൂടെ സ്വയം നഷ്ടപ്പെട്ട് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കെ പൊടുന്നനെ അവൾ, എന്റെ പിയാനോ, എന്നെ ചതിച്ചു. കീബോർഡുകളിൽ നിന്ന് കൈവിരലുകൾ തെന്നി മാറുന്നത് പോലെ കാൽപ്പടലുകളിൽ പ്രതീക്ഷിക്കാത്ത മർദ്ദവ്യത്യാസങ്ങൾ. സ്വരക്കമ്പിയുടെ വൈബ്രേഷൻസ് നിയന്ത്രിക്കുന്ന ഡാംബറിന്റെ നിയന്ത്രണം പാളിയതുപോലെ ഹർഷാരവങ്ങൾക്ക് പകരം പരിഹാസ സ്വരങ്ങൾ ഉയർന്നു കേട്ടപ്പോ എനിക്ക് ബോധ്യമായി, അവൾ, എന്റെ പിയാനോ, എന്നെ ചതിച്ചിരിക്കുന്നു. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും മ്യൂസിഷ്യനോട് കാണിക്കരുതാത്ത ചതിയായിരുന്നു അത്. നീ എന്തൊക്കെയാണാ ഈ പറയുന്നത്? എത്രയോ കാലമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ആ കൺസെർട്ടിൽ ഒരു നിമിഷം വേറിട്ടുപോയി. നിനക്കറിയോടാ പ്രാഞ്ചി, എന്റെ പിയാനോ അവൾ എനിക്ക് കാമുകിയെ പോലായിരുന്നു. കാമുകിയെ പോലെ. ഞാൻ ഒന്ന് തൊടുമ്പോ അടിമുടി പൂക്കുന്ന, സംഗീതം പൊഴിക്കുന്ന എന്റെ പെണ്ണ് റോസ എനിക്ക് ഭാര്യ മാത്രമായിരുന്നു. നീ ഈ പറയുന്ന ഒന്നും എന്റെ തലയിൽ കയറുന്നില്ല. മ്യൂസിഷ്യനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റും തമ്മിലൊരു കരാറുണ്ട്. നിഗൂഢവും നിശബ്ദവുമായ ഒരു കരാർ. ഒരു കൺസെർട്ടിന്റെ വിശുദ്ധ നിമിഷങ്ങളിൽ ലംഘിക്കാനുള്ള ഒന്നല്ല അത്. ആ കരാർ ലംഘിച്ചത് നീയല്ലേ? വാട്ട് യു മീൻ? അന്നും കുടിച്ചിട്ടല്ലേടാ നീ പരിപാടിയിൽ പങ്കെടുത്തത്? ലേശം മദ്യവെച്ചിരുന്നു, ഒരു കോൺഫിഡൻസിന് വേണ്ടി. അപ്പറഞ്ഞത് നേരെ. അക്കാലങ്ങളിൽ ഒടുക്കത്തെ കുടി കാരണം നിനക്ക് നിന്നിൽ തന്നെ വിശ്വാസമില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്. മദ്യം കിട്ടിയില്ലെങ്കിൽ വിരലുകൾ വിറയ്ക്കുന്ന അവസ്ഥ. വിറയ്ക്കുന്ന ആ കൈവിരലുകൾ കൊണ്ടാണ് നീ കുറ്റബോധത്തോടെ നിന്റെ പിയാനോ വായിച്ചത്. ആ കുറ്റബോധം മറക്കാൻ നീ വീണ്ടും മദ്യം തേടിപ്പോയി. നീ ഇപ്പം പറഞ്ഞ കോൺഫിഡൻസിന് വേണ്ടി. പ്രാഞ്ചി, നിനക്കും എന്നെ തിരിച്ചറിയാനാകുന്നില്ലല്ലോ. കാർലോസേ, നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ തിരിച്ചറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. അതീ പ്രാഞ്ചിയാടാ. നീ ഇങ്ങോട്ട് നോക്കിയേ. എടാ, ഇങ്ങോട്ട് നോക്കാൻ. സത്യം പറ, സ്വന്തം സംഗീതത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോ പാവം പിടിച്ച ആ പിയാനോയെ കരുവാക്കി നീ നിന്റെ സംഗീത ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നില്ലേ? നോ, അല്ല കാർലോസേ, ഇത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ടമാ. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നേ നീ അവസാനിപ്പിക്കേണ്ടിയിരുന്നതിന്റെ മുടിഞ്ഞ കുടിയായിരുന്നു, പിയാനോ വായനയല്ല. നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒരു വിശ്വാസവും
ഞാനിനി പിയാനോ തൊടില്ല. എടാ അതൊക്കെ നിന്റെ ഇഷ്ടം. എടാ കാർലോസ്, നീ റോസ പറയുന്നത് അനുസരിക്കണം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ തൊടുക പോലും ചെയ്യാത്ത ശവപ്പെട്ടി പോലുള്ള സാധനം നിനക്കെന്തിനാടാ? അതേടാ, നീ പറഞ്ഞതുപോലെ അതൊരു ശവപ്പെട്ടിയാണ്. ഒട്ടേറെ കോമ്പോസിഷനുകളുടെ, സിംഫണികളുടെ, സൊനാറ്റകളുടെ, കൺസേർട്ടുകളുടെ ഓർമ്മകൾ അടക്കം ചെയ്ത ശവപ്പെട്ടി. ഓർമ്മകളുടെ ശവപ്പെട്ടി. ഓർമ്മകൾ. Dolly, keep quiet. Mummy, somebody is calling. ആരാന്ന് നോക്കാൻ. Yes. ഹലോ, ഞാൻ ഫിലിപ്പ്. പത്രപരസ്യം കണ്ടു വന്നതാ. ഒരു പിയാനോ. Oh, yes, yes. Please come in. ഞാനും അതെ. നിങ്ങളല്ലേ ആ ആഡ് കൊടുത്തത്? അതെ, വരൂ. ഈ പട്ടി കടിക്കില്ലല്ലോ? ഇല്ല ഇല്ല. ദാറ്റ്സ് ഫൈൻ. ഡോളി, ഗോ ഇൻസൈഡ്. ഗോ ഗോ. ഓ, ഇല്ല, പേടിക്കണ്ട. അവള് പ്രശ്നം ഉണ്ടാക്കില്ല. ഇറ്റ്സ് ഓക്കെ. പ്ലീസ് കം ഇൻ. കം ഇൻസൈഡ്. സീ മമ്മി, ഇവരൊക്കെ ആ പത്രപരസ്യം കണ്ടു വന്നവരാ. നമ്മുടെ പിയാനോയുടെ. ഐ സീ. വെൽക്കം. മോളെ നാൻസി, പപ്പയോടൊന്ന് വരാൻ പറയൂ. പറയാം മമ്മി. ഇതാണ് ഞാൻ പരസ്യം ചെയ്ത ആ പിയാനോ. ബൈ ദ ബൈ, എന്താ പേര്? ഞാൻ മേഴ്സി. ഹലോ, ഞാൻ ഫിലിപ്പ്. കണ്ടിട്ട് വളരെ പഴക്കം തോന്നുന്നുണ്ടല്ലോ. നാൻസി, അതാരാന്ന് നോക്കിയേ. അല്ല മാഡം, ഇത് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ? അല്ലാതെ പിന്നെ. ആ, ഇത് കാർലോസ്, മൈ ഹസ്ബൻഡ്. ഫിലിപ്പ് എന്താ ചോദിച്ചേ? വർക്കിംഗ് കണ്ടീഷനിലല്ലേ എന്ന്. ദാ ഈ കഴിഞ്ഞ ദിവസം പോലും കാർലോസ് മൊസാട്ടിന്റെ ഒരു പീസ് ഇതിൽ വായിച്ചതാ. അല്ലേ കാർലോസ്? അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചേ. ഇല്ല, അത് എനിക്ക് നല്ല സുഖമില്ല. ഐ എം നോട്ട് വെൽ. എങ്കിൽ പിന്നെ ഞാൻ തന്നെ ഒരു കൈ നോക്കാം. മമ്മി, ഒരാൾ കൂടി ന്യൂസ് പേപ്പർ ആഡ് കണ്ട് വന്നിട്ടുണ്ട്. ആരാ അത്? ഐ ഡോണ്ട് നോ. ഒരു ചുവന്ന തൊപ്പിക്കാരൻ. പിയാനോ കാണണമെന്ന്. ആ, വരാൻ പറയൂ. ഞാൻ ഡൊമിനിക്, വിക്ടോറിയ ഐലൻഡിൽ നിന്നാണ്. ഓ, ഇതാണല്ലേ ആ പിയാനോ. എന്തു പറയുന്നു മാഡം? കാണാൻ പഴക്കമുണ്ടെങ്കിലും വായിക്കാൻ നല്ല സുഖം. ഐ മീൻ വെരി കംഫർട്ടബിൾ അല്ലേ? ആ, മാഡം ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാര്യം പറയാനാ. ഓഫ് കോഴ്സ്. കാർലോസ്, നിങ്ങൾ ഈ പിയാനോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഞാനിതാ ഇപ്പൊ വരാം. ആ, പിന്നെ എന്താ മാഡം പറയാനുണ്ടെന്ന് പറഞ്ഞത്? സാധനം ബോധിച്ചു അല്ലേ? മറ്റുള്ളവർ കേൾക്കണ്ടെന്ന് കരുതിയാ ഇങ്ങോട്ട് മാറി സംസാരിക്കുന്നത്. മറ്റൊന്നും കരുതരുത്. ഇത്രയും പഴക്കമുള്ളൊരു സാധനത്തിനെ കുറിച്ച് പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? വാട്ട് യു മീൻ? ഹോ, ഭയങ്കരം തന്നെ നിങ്ങളുടെ തൊലിക്കട്ടി. ഞാൻ പോകുന്നു. ഗുഡ് ബൈ. ആ, പിന്നീട് വിവരം അറിയിക്കാമെന്ന്. മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആ കീബോർഡിൽ ഇത്രയും ഫോഴ്സ് കൊടുക്കേണ്ട കാര്യം എന്താ? ഓ, ആ പറഞ്ഞത് ശരിയാ. കുറച്ചുകൂടി ബലം പ്രയോഗിച്ചാ ഈ കട്ടകളൊക്കെ അടർന്ന് താഴെ വീഴും. ഇതിന് എത്ര പഴക്കമുണ്ടെന്നാ മാഡം പറഞ്ഞത്? 3 തലമുറകൾ ഉപയോഗിച്ച പിയാനോയാ ഇത്. അഗസ്റ്റിൻ പെരേര, ജോസഫ് പെരേര. കേട്ടിട്ടില്ലേ ഇവരെ കുറിച്ച്? ഇല്ല. ആരാണ് ഇവരൊക്കെ? ഈ നിൽക്കുന്ന കാർലോസിന്റെ ഫാദറും ഗ്രാൻഡ് ഫാദറും പേരുകേട്ട പിയാനിസ്റ്റുകൾ. കാർലോസും നല്ലൊരു പിയാനിസ്റ്റ് ആയിരുന്നു. ഓ, ഐ സി. കാര്യങ്ങൾ തുറന്നു പറയുക എന്നാണ് എന്റെ ഒരു രീതി. എന്റെ സ്വഭാവം വെച്ച് മ്യൂസിക്കും ആർട്ടും ഒന്നും എന്റെ 7 അയലത്ത് വരില്ല. എന്നിട്ടും ഈ പിയാനോ വാങ്ങാൻ ഇത്രടം വരെ വന്നതെന്തിനാന്ന് വെച്ചാ, ഞാൻ ഈയിടെ ഒരു വീട് വെച്ചു. 10-15 മുറികൾ, മിക്കതും വേക്കൻ്റായി കിടക്കുന്നു. പഴയ ഏതെങ്കിലും ഉരുപ്പടി, ഐ മീൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സാധനം മുറിയിലിട്ടാൽ അത്രയും ആയല്ലോ. യു സി മൈ പോയിന്റ്? അല്ലാതെ ഹൂ വാണ്ട്സ് ദിസ് മ്യൂസിക്? ഈ പിയാനോ എങ്ങനെ താങ്കൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോന്നോ? എനിക്കിഷ്ടമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വില പറയണ്ട. വേണ്ട, നിങ്ങൾ വില പറയണ്ട.
ഞാൻ ഇതിനൊരു വില പറയാം. ആ വിലയ്ക്ക് ഇതിനെ നിങ്ങൾ എനിക്ക് തരുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ എനിക്കിതിനെ ഇഷ്ടപ്പെടാനാകൂ. അതാ എൻ്റെ ഒരു സ്റ്റൈൽ. എന്തു പറയുന്നു? എത്രയാ നിങ്ങൾ ഇതിന് കണ്ടിരിക്കുന്ന വില? ഒരൊറ്റ വില. ഐ മീൻ, ഞാൻ വിലപേശലിനില്ല. 2500 രൂപ. ഓക്കെ? നിങ്ങൾ എന്താ മിസ്റ്റർ, ആളെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? നോ, ഈ പൊളിഞ്ഞ് തീരാറായ സാധനത്തിന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന വില എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. വില പേശാൻ നിങ്ങളില്ല എന്നല്ലേ തൊട്ടു മുൻപ് പറഞ്ഞത്? ഓ ഇയാൾക്ക് ഏതായാലും ഈ പിയാനോ വിൽക്കുന്നില്ല. താങ്കൾക്ക് പോകാം. ഓ പിന്നെ തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? ആ, ഒരാൾ കൂടി ഉണ്ട് ബാക്കി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നോടാണോ ചോദിച്ചത്? ആ, നിങ്ങളോട് തന്നെയാ ചോദിച്ചത്. എന്താണെന്ന് വെച്ചാ പറഞ്ഞു തൊലയ്ക്ക്, എന്നിട്ട് പുറത്തേക്ക് പോ. കൂൾ ഡൗൺ മാഡം. മാഡം കുറച്ചു മുമ്പ് ചില സംഗീതന്മാരുടെ പേരുകൾ പറഞ്ഞില്ലേ? ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന കലാകാരന്മാരാണ് അവരൊക്കെ. എനിക്ക് പിയാനോ വേണം, ഞാനിതെടുത്തോളാം. പക്ഷേ പിന്നെന്താണ്ടൊരു പക്ഷേ? അത് നിങ്ങൾ എത്രയാണ് ഇതിനെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞങ്ങൾ ഇതിനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് എത്രയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് കൂടുതലാണെന്ന് കരുതുന്നവരുണ്ടാകും. പക്ഷെ അതിൽ കുറച്ചൊരു വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് കരുതിയാൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ ആത്മാവുകൾ പൊറുക്കില്ല. എത്രയായാലും അതൊന്നും അറിഞ്ഞാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. പറയാം, 12,000 രൂപ. 12,000 rupees. 12,000 രൂപ. മൈ ഗോഡ്. എന്താ, തുക കൂടുതലാണെന്നാണോ? എന്ന് ഞാൻ പറയില്ല. പക്ഷേ പിന്നെ എന്താണൊരു പക്ഷേ? എന്റെ കയ്യിൽ അത്രയും തുക കാണില്ല. എങ്കിൽ പിന്നെ അതാണ് പുറത്തേക്കുള്ള വഴി. പൊയ്ക്കോ. ഞാൻ ഒന്നുകൂടി ഇതൊന്ന് കണ്ടോട്ടെ. വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്ലേ ചെയ്തോട്ടെ. അതൊന്നും വേണ്ട. കാർലോസ്, ലെറ്റ് ഹിം പ്ലേ. നിങ്ങൾ പിയാനോ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്, വളരെ കുറച്ച്. ഗുഡ്. ഡൊമിനിക് എന്നല്ലേ പേര്? അതെ. ഇപ്പോഴെന്തു തോന്നുന്നു? ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. എന്നാ ഇനി പറയൂ. ഞാൻ പറഞ്ഞില്ലേ മാഡം, മാഡം പറഞ്ഞത്രയും തുക ഇപ്പൊ എന്റെ അടുത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി കുറയ്ക്കാം. നിങ്ങൾ സംഗീതപ്രേമിയായ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രം 11,000. മാഡം എനിക്ക് തന്ന പരിഗണനയ്ക്ക് നന്ദിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പിന്നെ എത്ര തുകയാണ് ഇതിനു വേണ്ടി ചെലവാക്കാനാകുക? അത് ഞാന് വേണ്ട. ഞങ്ങളുടെ പിതാക്കന്മാരോട്, അവരുടെ സംഗീതത്തോട് ബഹുമാനമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന നിലയിൽ ഞാനിത് അവസാന വില പറയുന്നു. 10,000 രൂപ. 10,000 rupees. മാഡം ഒന്നും തോന്നരുത്. എന്നാലും നിങ്ങൾ ചുമ്മാ തരാം. ഇനി ഒന്നും പറയണ്ട. യു മേ ഗോ നൗ. വേഗം സ്ഥലം വിട്. ശരി, ഞാൻ പിന്നീട് വരാം. വില പേശാനാണെങ്കിൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്നില്ല. സാർ, എന്നാൽ ഞാൻ ഇതൊക്കെ ഇവന്മാരുടെ ഓരോ തട്ടിപ്പുകളാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇത് തട്ടിയെടുത്ത് കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കണം. അവന്റെ ഒരു കള്ള വിനയവും സംഗീത പ്രേമവും. പക്ഷെ അവൻ പിയാനോയിൽ തെറ്റില്ലാതെ നന്നായി വായിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം. ഇത്രയും ആൾക്കാർ വന്നതല്ലേ. നിങ്ങൾ ആ പിയാനോയിൽ എന്തെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഇതിനകം ആ സാധനം വിറ്റുപോയേനെ. ഡോളി, സ്റ്റോപ്പ് ദേർ. ഡോളി, കണ്ടില്ലേ മമ്മി? ഡോളി, സ്റ്റേ ദേർ ഐ സേ. അവിടെ നിന്നേ, അവിടെ നിന്നേ. ഡോളി, കണ്ടോ പാപ്പ? ഡോളി പാപ്പയുടെ പിയാനോയുടെ അടിയിലേക്ക് പോയി. ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ ഇറച്ചി പൊരിക്കുന്ന മണം കിട്ടണം. ഡോളി, കം ഹിയർ. ഡോളി, കം ബാക്ക്. നാൻസി, നീ അകത്ത് പോകുന്നുണ്ടോ? ഇവിടെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു നിൽക്കുമ്പോഴാ അവളും അവളുടെ ഒരു പട്ടിയും. സി റോസ, നീ ആ ചുവന്ന തുപ്പിക്കാനോട് പറഞ്ഞാണോ യഥാർത്ഥ വില? ഇത്രയും കുറഞ്ഞ വിലയാണോ നീ ഇതിന് നിശ്ചയിച്ചിരിക്കുന്നത്? ഇറ്റ്സ് പിറ്റി റോസ. ഞാനിത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ പിന്നെ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? നിനക്കത് ഇവിടുന്ന് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കി കിട്ടുന്ന സ്ഥലത്ത് നാൻസിക്കും ഭർത്താവിനും ബെഡ്റൂം ഒരുക്കണം. അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്തു വഴി? അതൊക്കെയുണ്ട്.
ഞാന് ചാൾസ് അങ്കിളിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, ചാൾസ് അങ്കിൾ. ഇത് ഞാനാണ്, കാർലോസ്. എന്തൊക്കെയുണ്ട് പിന്നെ? ഇപ്പം ഞാൻ വിളിച്ചതേ, ഞാൻ അങ്കിളിനൊരു ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നു. അതൊക്കെ പറയാം. അങ്കിളിന് താല്പര്യമുള്ളൊരു ഗിഫ്റ്റാണ് എന്നാ ഞാൻ പറയാം. എൻ്റെ പിയാനോ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഒരാഴ്ചക്കകം അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണം. എന്താ, ശരിക്കും സർപ്രൈസ് ആയില്ലേ? ഓഹോ, അങ്ങനെയാണോ? ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ പപ്പ? ഒന്നുമില്ല. ചാൾസ് അങ്കിളിന് ഫ്രെഡിയോട് ചോദിക്കണമെന്ന്. ഈ കാലത്ത് വെറുതെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചാൽ എന്തൊരു ജാടയാണേ. മരിക്കാൻ കിടക്കുന്ന ആ കിഴവന് പിയാനോ ഗിഫ്റ്റായി കൊടുക്കാനോ? നിങ്ങൾക്ക് എന്താ മനുഷ്യ പകതിരുവില്ലേ? ആ കിട്ടുന്ന കാശ് കൂടി ചേർത്ത് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാന്ന് കരുതുമ്പോ ഇവിടെ ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഭേദപ്പെട്ട ഒരു വില അതിന് കിട്ടിയില്ലെങ്കിൽ അതൊരു അപമാനമാണ്. ചാൾസ് അങ്കിളുടെ വീട്ടിലെതിരുന്നാല് കാണണമെന്ന് തോന്നുമ്പോൾ എനിക്കവിടെ പോയി കാണുകയെങ്കിലും ചെയ്യാലോ. അപ്പൊ കല്യാണത്തിനുള്ള പണമോ? അത് ഞാൻ സ്റ്റീഫന്റെ എടുക്കുന്ന കടം വാങ്ങും. പലിശ കൊടുക്കണ്ടേ? പിന്നെ പലിശ കൊടുക്കണ്ടേ? ഒരിക്കൽ വരും സ്റ്റീഫൻ എലിപ്പെട്ടി പോലുള്ള ഈ വീട് ജപ്തി ചെയ്യാൻ. അപ്പോഴും നിങ്ങൾ പഠിക്കില്ല. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാത്ത മനുഷ്യൻ. ഹലോ, അതെ, പരസ്യം ചെയ്തത് ഞാനാണ്. അതെ, കാർലോസേ, എനിക്ക് നിന്നെ പിടികിട്ടുന്നില്ല. ആ പിയാനോയോട് നിനക്ക് അങ്ങേയറ്റത്തെ വെറുപ്പാണ്. എന്നാൽ അതിനെ ഉപേക്ഷിക്കാൻ നീ കൂട്ടാക്കുന്നുമില്ല. വെറുപ്പാണെന്ന് എന്നോട് ആര് പറഞ്ഞു? പിന്നെന്താ ഇത്, സൗന്ദര്യപ്പിണക്കോ? അറിയില്ല. ഒന്ന് മാത്രം അറിയാം, പഴയ പോലെ ആ പിയാനോ വായിക്കാനാവില്ല. നീ അതിൽ വായിച്ചാലും കൊള്ളാം, വായിച്ചില്ലേലും കൊള്ളാം. അത് പോട്ടെ കാർലോസേ, പിന്നെ ആരും വന്നില്ലേ പിയാനോ വാങ്ങാനായിട്ട്? ആൾക്കാർ വന്നും പോയി കൊണ്ടിരുന്നു. എല്ലാവരും അതിർത്തിയോടെയാണ് മടങ്ങിയത്. റോസയാണെങ്കിൽ എല്ലാവരോടും വഴക്കിടുകയും ചെയ്തു. വിക്ടോറിയ ഐലൻഡിലെ ചുവന്ന തൊപ്പി വെച്ച ആ ചെറുപ്പക്കാരൻ മാത്രം പിന്നീടും ഒന്ന് രണ്ടു തവണ വന്നു. കുറേ നേരം പിയാനോ നോക്കിയിരിക്കും, പിന്നെ കുറച്ചു നേരം അതിലെന്തെങ്കിലും വായിക്കും. റോസ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടും അവൻ വീണ്ടും വന്നു. നന്ദിയുള്ള ഒരു തെരു. ഹലോ, അതെ, ആര്? ഒക്കെയും പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടല്ലോ. എത്രയായി? ഓക്കെ, ഞാൻ കാർലോസിനെ വിടാം. ഓക്കെ. ആരാത് മമ്മി? എവിടെ നിന്റെ പപ്പ? ഓ, പപ്പ അകത്ത് ഉറങ്ങാണെന്ന് തോന്നുന്നു. ഓ, ഈ മനുഷ്യനെ സമ്മതിക്കണം. മാരേജ് ഇങ്ങ് അടുത്തു. എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നോ ഈ മനുഷ്യന്? ആരാ ഇപ്പൊ മമ്മിയെ ഫോണിൽ വിളിച്ചത്? അതാ ടൈലർ ഫെഡറിക്കാണ്. നിന്റെ കല്യാണ വസ്ത്രങ്ങളൊക്കെ തയ്ച്ചു കഴിഞ്ഞെന്ന്. ഓ, അത് ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ
അയാൾ പറഞ്ഞ പണം കൊടുക്കണ്ടേ? പണം കൊടുക്കേണ്ട ആളതാ അകത്ത് കിടന്ന് ഉറങ്ങുന്നു. ഞാൻ കരുതി പിയാനോ കാണാൻ വരുന്ന ആരെങ്കിലും ആണെന്ന്. ഈ മുടിഞ്ഞ സാധനം ലോകാവസാനം വരെ ഇവിടെ കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മമ്മി? 5 ദിവസങ്ങൾക്കപ്പുറത്താ മാരേജ്. അപ്പോഴേക്കും അതെവിടുന്ന് മാറ്റിയില്ലെങ്കിൽ? നിനക്കറിയാവുന്നതല്ലേ നാൻസി, കഴിഞ്ഞ 1 മാസമായി ഞാൻ അതിന്റെ പുറകിലല്ലേ. നിന്റെ കല്യാണക്കാര്യത്തിൽ പോലും ഇത് കാരണം അമ്മയ്ക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാനായില്ല. ഈ നശിച്ച പിയാനോ ഇതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം തൊലയ്ക്കായിരുന്നു. ഇനി തൊലയാനുള്ളത് എന്റെ ജീവിതമാ. ശാപം കിട്ടിയ ഒന്നായത് ഇത് എന്നെയും തൊലയ്ക്കും. മോളെ പതുക്കെ, പപ്പ കേൾക്കും. പപ്പ കേൾക്കാൻ തന്നെയാ ഞാനിത് പറയുന്നത്. ശാപം കിട്ടിയ പിയാനോ. എന്തിനാ മമ്മി ഈ വീടിന്റെ സന്തോഷം കെടുത്താൻ ഇങ്ങനെയൊരു സാധനം? ആർക്കും വേണ്ടെങ്കിൽ, ആരും വാങ്ങിക്കുന്നില്ലെങ്കിൽ കൊത്തിക്കേറി അടുപ്പിലിട്ടൂടെ ഈ സാധനത്തെ? അല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയി തള്ളിക്കൂടെ? പപ്പ ഉണരും. ഞാൻ പറഞ്ഞില്ലേ, പപ്പ കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്. നിന്നോടാ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ. അവള് പറയട്ടെ റോസ. അവക്ക് അവളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് ആശങ്കയില്ലാതിരിക്കുവോ? അവൾ പറയട്ടെ. കാർലോസ്, നാൻസി മോള് വിഷമിക്കണ്ട. ഇന്ന് വൈകിട്ട് ആ നശിച്ച സാധനം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകും. പപ്പ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ കാർലോസ് എന്ത് ഏർപ്പാടാക്കിന്നാ? നിങ്ങളത് ആർക്കെങ്കിലും സമ്മാനമായി കൊടുക്കാൻ പോവുകയാണോ? സമ്മാനമായല്ല, പിന്നെ ഞാനിത് വിറ്റു. വിറ്റെന്നോ? ആർക്ക്? പലിശക്കാരൻ സ്റ്റീഫന്. അവൻ എന്തിനാ ഈ പഴയ പിയാനോ? അവന് കപ്പലിൽ പഴയ സാധനങ്ങള് പുറംനാടുകളിൽ എത്തിക്കുന്ന ബിസിനസ് ഉണ്ട്. എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കച്ചവടം ഉറപ്പിച്ചത്? നീ നിശ്ചയിച്ച അതേ തുകയ്ക്ക്. എന്നിട്ട് ആ കാശ് എവിടെ? കാശ് അത് എന്റെ നിലവിലുള്ള കടത്തിൽ നിന്ന് സ്റ്റീഫൻ കുറച്ചോളൂ. അപ്പൊ കല്യാണത്തിനാണുള്ള കാശോ? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. അതെന്തോ ആകട്ടെ, നാളെയെങ്കിലും എനിക്ക് എന്റെ മോക്ക് വേണ്ടി മണിയറ ഒരുക്കാമല്ലോ. സോറി പപ്പ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് ഒന്നുണ്ട് മോളെ, മോൾ എന്റെ ജീവിതത്തിൽ വന്നിട്ട് 20 വർഷമല്ലേ ആയുള്ളൂ. മോള് പറഞ്ഞ ശാപം കിട്ടിയ പിയാനോ ജനിച്ചത് മുതൽ എന്റെ കൂടെയുണ്ട്. അതിന്റെയാ. എനിക്കിത് ഉപേക്ഷിക്കാൻ വിഷമമുണ്ട്, മടിയുണ്ട്. പക്ഷേ എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ്, ഭാവിയാ അതിലും പ്രധാനം. എന്റെ കർത്താവിക്കാരാണീ വന്നത്? അപ്പൊ ഡ്രിങ്കടി നിർത്തിന്ന് പറഞ്ഞിട്ട് വീണ്ടും ലോനപ്പച്ചേട്ടന്റെ പാർട്ടി. ഇങ്ങോട്ടിരിക്കട്ടെ, ഞാൻ ഓർഡർ ചെയ്യാം. ഞാൻ കഴിക്കാൻ വന്നല്ലേ. നീ ഒന്ന് പുറത്തേക്ക് വരാമോ? ഒരു 5 മിനിറ്റ്. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? പറയാം. മനസ്സിലായി. കാശിനായിരിക്കും അല്ലേ? കാശ് വേണ്ടി വന്നേക്കും, പക്ഷെ അതല്ല. പിന്നെന്താ പ്രശ്നം? നീ എനിക്ക് വേണ്ടി ഒരു കളവ് പറയണം. ഞാനാ കളവാ? അതിന് സ്റ്റീഫനെ കിട്ടൂല ഏട്ടാ. ഇതങ്ങനെയുള്ള കളവല്ല. പിന്നെ റോസയോ നാൻസിയോ ചോദിച്ചാ മാത്രം. അവരങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല. എന്ത് കുരിശാണ് ഈ പറയണത് ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാകാനില്ലേ. അതായത് എന്റെ പിയാനോ ഇല്ലേ, അത് വാങ്ങിയത് നീയാണെന്ന്. ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ ഒന്ന് പറയണം നീ, ഒരു കളവ്. അത്ര ഉള്ള ഞാൻ വിചാരിച്ച് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പിന്നെ നീ കുറച്ച് പിള്ളേരെ സംഘടിപ്പിക്കണം. എന്തിനാ? പിയാനോ ഇല്ലേ, അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടേ ആ മുനമ്പില്, ഏത് ഞാനും ബ്രാഞ്ചി ഇടയ്ക്ക് കൂടാറുള്ള ആ പാറക്കെട്ടിൽ കടയിലെ ഡാമിയൻ സാഹിബ് കടലിൽ വീണ് മനസ്സിലായി. ആണ്ട് പിയാനോ എടുത്തിട്ട് ആ മുനമ്പിൽ കൊണ്ടുപോയി വെക്കണം. അതെന്തിനാണിപ്പാ? അതൊക്കെ ഉണ്ട്. ഇന്ന് രാത്രി പരിപാടിയുണ്ട്. പ്രോഗ്രാം ഉണ്ടല്ലേ? അപ്പൊ ചേട്ടാ, ഞാൻ നിങ്ങളുടെ പിയാനോ വാങ്ങിയെന്ന് റോസ ചേച്ചിയോട് കളവ് പറയണം 1. എന്നിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് അത് വീട്ടിൽ നിന്ന് എടുത്ത് ആ മുനമ്പിൽ കൊണ്ട് വെക്കണം 2. ഇത്രല്ലേ ഉള്ളു? ഓക്കെ, അതേറ്റി. പിന്നെ നിന്റെ കാശുണ്ടാവും ഒരു 500 രൂപ. 500 രൂപ? അതെന്തിനാണപ്പാ?
കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങണം. ഓ അതിനാണല്ലേ. അപ്പൊ കാർലോസ് ചേട്ടൻ വീണ്ടും തുടങ്ങി അല്ലേ? അതെ, ഇനിയിപ്പോ അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളല്ലേ സ്റ്റീഫ? ആ അത് ശരിയാ, മോടെ കല്യാണം അല്ലേ? ഇന്നാ കാശ് പിടിച്ചു. അതല്ലേ ഏട്ടാ, ഇന്ന് വൈകിട്ട് മുനമ്പല പാർട്ടിക്ക് പലിശക്കൊടുക്കാർക്കൊന്നും ക്ഷണമില്ലേ? ഇല്ല, ചോര കുടിയന്മാർക്ക് പാർട്ടി പിന്നെ. കാർലോസേ, നിർത്തിയേ. ഇവിടെ ഇത് എത്രാമത്തെയാണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഇല്ല, ഈ രാത്രി ബോധം മുഴുവൻ മറയും വരെ ഞാൻ കുടിക്കും. ഈ രാത്രി കാങ്കെ, ഈ കടല് കേക്കെ, എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാനൊന്ന് എഴുന്നേക്കട്ടെ. കളിക്കല്ലേ, കാലൊന്ന് തെറ്റിയാ നേരെ താഴെ കടലേക്കാ. സൂക്ഷിച്ച്. നീ പറഞ്ഞ ശരിയാ. മരണവും ജീവിതവും തമ്മിൽ ഒരു കാല് തങ്ങളുടെ വ്യത്യാസം മാത്രം. പണ്ട് ഡാമിയൻ സാഹിബും കടലിലേക്ക് വീണ മരിച്ച അതേ സ്ഥലം. സാഹിബ് അബദ്ധത്തിൽ വീണായിരിക്കുമോ, അതോ ആരെങ്കിലും തള്ളിയിട്ടതായിരിക്കുമോ? അതൊന്നും എനിക്കറിയില്ല. സ്വയം എടുത്തെറിഞ്ഞായിരിക്കും അല്ലേ? നിന്നോടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പിയാനോ ഈ മുനമ്പിൽ കൊണ്ടുവച്ചത് അതെന്തിനാ? അതും ഈ രാത്രിയില്? അതൊക്കെ ഉണ്ട്, പറയാം. വർഷങ്ങൾക്ക് മുമ്പ് സാന്താക്രൂസ് ഐലൻഡിലെ കൺസേർട്ട് കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് ഞാൻ ഇതുപോലെ മദ്യപിച്ച് നിന്റെ മുമ്പിൽ കരഞ്ഞു നിന്നത് ഓർമ്മയില്ലടാ പ്രാഞ്ചി? അന്ന് ഇവള് എന്നെ ചതിച്ച ആ ദിവസം. ഒരുപക്ഷെ അന്ന് ഞാൻ ഇത്രയും മദ്യപിച്ച് കാണില്ല. നീ വെറുതെ എരിവ് കയറ്റാതെ കാര്യം പറ. സമയം എത്ര ആയിന്നാ? പറയാടാ പ്രാഞ്ചി, നിനക്കറിയോ, ഇന്നെന്റെ നാൻസി മോള്, ഞാൻ കേക്ക പറയാ, ഇവളെ കൊത്തിക്കേറി അടുപ്പിലിടാൻ. അടുപ്പില് അതല്ലേ കടലിക്കൊണ്ട് വലിച്ചെറിയാൻ? നീ പറയടാ പ്രാഞ്ചി, അടുപ്പിൽ എറിഞ്ഞു തീരാനുള്ളതാണോ 3 തലമുറകൾ വിരലോടിച്ച് സംഗീതം പെയ്യിച്ച ഇവിടെ ശരീരം? പക്ഷെ കടലിലെറിയെന്ന ആശയം നല്ലതാ. കാരണം എന്തെന്നറിയോ, കടലില് സംഗീതമുണ്ട്. സംഗീതം അറിയാം കടലിന്. കാർലോസേ, നീ പിയാനോയിൽ എന്ത് ചെയ്യാൻ പോകുന്നു? പഴകി പൊടിഞ്ഞ് ഒന്നിനും കൊള്ളാത്തതായി എന്നെല്ലാവരും എഴുതിയിട്ടല്ലേ ഈ പിയാനോയിലെ. ഞാനിതാ ഇപ്പൊ എന്നിൽ അവശേഷിച്ചിരിക്കുന്ന ബോധം വെച്ച് വായിക്കാൻ പോവാ. നീ കേട്ടോ, ഒരു വിടവാങ്ങൽ സൊനാറ്റ. എത്ര കാലങ്ങൾക്ക് ശേഷമാ ഞാൻ ഇവളെ ഒന്ന് തൊടുന്നത്. ഫ്രാഞ്ചി, നോക്കിയേ, എന്റെ വിരലുകൾ വിറയ്ക്കുന്നു. നീ കരുതും പോലെ മദ്യത്തിന്റെ വിറയലല്ല, എന്റെ പെണ്ണായത്. എന്റെ പെണ്ണ്. ഞാൻ തൊടുമ്പോ എന്റെ വിരലിലെ വിറയല് ഇവിടെ ശരീരത്തിലേക്കും പടരും. അതാണ് പ്രാഞ്ചി സംഗീതം. അത് തന്നെയാണ് ആ സംഗീതം. നീ എന്താടാ ഇങ്ങനെയൊക്കെ? പറഞ്ഞു തീർന്നില്ലടാ. ഇതെന്റെ വിടവാങ്ങൽ പെർഫോമൻസ് ആണ്. നീയും ഈ കടലും ദേ മുകളിൽ കാണുന്ന നക്ഷത്രങ്ങളും കേക്കെ എന്റെ ഒടുവിലത്തെ കൺസെർട്ട്. ഇത് കഴിഞ്ഞ ഇവളെ എന്റെ സ്വപ്നങ്ങൾക്കും വികാരങ്ങൾക്കും ഭാവനകൾക്കും വേദനകൾക്കും സംഗീതത്തിന്റെ എണ്ണമറ്റ ചിറകുകൾ നൽകിയവളെ ഞാൻ തള്ളി ഈ കടലിലേക്കിടും. കാർലോസ്, നീ നോക്കിയേ, താഴോട്ട് നോക്കിയേ, കിഴുക്കാൻ തൂക്കാണ്.
നേരെ കീഴോട്ട് കടലിലേക്ക്, കടലിന്റെ അഗാധ നീലിമയിലേക്ക്, ഉദാത്ത സംഗീതത്തിലേക്ക് ഞാൻ അവളെ കൈമാറും. അതിനു മുമ്പ് നീ കേട്ടോ എന്റെ അവസാനത്തെ സംഗീതം, എന്റെ വിടവാങ്ങൽ സൊനാറ്റ. കാർലോസേ, കാർലോസ്, നിങ്ങൾ ഉറങ്ങിയോ? ഇല്ല. നിങ്ങൾക്കിന്ന് ഉറങ്ങാൻ കഴിയില്ല, എനിക്കറിയാം. മണി 4 നിനക്കുറങ്ങണ്ടേ? ഞാൻ എങ്ങനെ ഉറങ്ങാൻ? നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ. ഇന്ന് ഈ വീട്ടിൽ ആരും ഉറങ്ങില്ല. സ്റ്റീഫന്റെ പിള്ളേർ വന്ന് ആ പിയാനോ എടുത്തുകൊണ്ട് പോയ പിന്നെ ഒക്കത്തിനും കാരണം താനാണെന്ന് സ്വയം പഴിച്ച് നാൻസി കരച്ചിലോട് കരച്ചിലാണ്. നമ്മുടെ ഡോളിക്കും വലിയ സങ്കടമായി. അവൾ ഒളിച്ചിരിക്കുന്നതല്ലേ എന്നും അതിന്റെ അടിയിൽ ഒച്ചയും വച്ച് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഒടുവിൽ സാരമില്ല. ഹൃദയമില്ലാത്തവൻ. ആരാ അത് ഇത്ര പുലർച്ചെ? ഞാൻ പോയി നോക്കാം. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വീഴല്ലേ? ആ, താനോ? എന്താ ഇത്ര വെളുപ്പിനെ? സോറി, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. എന്റെ കപ്പൽ നന്നേ കാലത്തെ പോർട്ടിൽ നിന്ന് വിടും. അതിനു മുൻപ് തിരിച്ചെത്തണം,
അതുകൊണ്ടാ. നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. സാറിന്റെ ഉറക്കം ഞാനായി മുടക്കിയല്ലേ? ഉറക്കം എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞേ. അത് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പോകാൻ നേരം പറയാൻ പറ്റിയില്ല. പെട്ടെന്നാണ് ഒരു ജോലി ശരിയായത്. ഒരിടത്തരം കപ്പലിൽ അടിച്ചു വാരണം, കഴുകി തുടയ്ക്കണം. രാത്രിയെന്നില്ല പകലെന്നില്ല, പണിയോട് പണി തന്നെ. ഇതാ ഇന്ന് പുലർച്ചെ തൊട്ട് മുമ്പാണ് ഈ പോർട്ടിൽ കരയ്ക്കണഞ്ഞത്. ഷിപ്പ് ഇവിടെ 2 മണിക്കൂറേ ഉള്ളൂ. ഇപ്പോഴും കാര്യം എന്താണെന്ന് താൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ 1-2 ആഴ്ച ഏറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്രയും തുക തന്നെ എനിക്ക് സംഘടിപ്പിക്കാനായിട്ടുണ്ട്. 12,000 രൂപ. മാഡം ആദ്യം പറഞ്ഞ തുക തന്നെ. അതിപ്പോ സാർ ഒന്നും പറയണ്ട, എനിക്കറിയാം. സാറിന് ആ പിയാനോയ്ക്ക് വിലയിടാൻ പറ്റില്ല. കപ്പലിൽ രാപ്പകലില്ലാതെ തറ തുടച്ച് അവശനാകുമ്പോഴും ആ പിയാനോ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. താനെന്താ ഈ പഴകി വെച്ച സാധനത്തിന്റെ പുറകെ ഇങ്ങനെ ഭ്രാന്തമായി? എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ, ആ കഥയൊന്നും പറയാൻ നിങ്ങൾ എന്നെ അനുവദിച്ചിരുന്നില്ലല്ലോ. ഓരോ തവണയും ഓടിച്ചു വിടുകയായിരുന്നല്ലോ എന്നെ. സ്വന്തം നാട്ടിൽ മഹാന്മാർ തിരിച്ചറിയപ്പെടാറില്ല. എൻ്റെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സംഗീതത്തിൽ ഭ്രാന്തുള്ള എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ട് തന്നെയാണ് പിയാനിസ്റ്റുകളായ ഈ പെരേര കുടുംബത്തെക്കുറിച്ചും ഞാൻ അറിയുന്നത്. സാറിനറിയാമോ? സാറിൻ്റെ മാത്രമല്ല, സാറിൻ്റെ ഫാദർ ജോസഫ് പെരേരയുടെ പോലും കൺസെർട്ട് കേട്ടിട്ടുള്ളയാളാ എൻ്റെ അപ്പച്ചൻ. എന്നിട്ട് ആ അപ്പച്ചനിപ്പോ വീട്ടിൽ തന്നെയുണ്ട്. എന്താ വരാഞ്ഞ്? ഒരു വശം തളർന്ന് കിടപ്പാണ്. വയസ്സുമേറി. എന്നാൽ ഒന്നുണ്ട് സാർ, പിയാനോ സംഗീതം കേട്ടാൽ അപ്പോ ജീവൻ വയ്ക്കും. ഞാൻ ഇവിടുത്തെ പിയാനോ കൊണ്ടുപോയി എൻ്റെ അപ്പച്ചനൊരു ഗിഫ്റ്റായി കൊടുക്കും. സംഗീതപ്രേമിയായ ഒരച്ഛന് തലതിരിഞ്ഞൊരു മകന് കൊടുക്കാവുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും മികച്ച സമ്മാനമല്ലേ സാറിത്? അതും അപ്പച്ചൻ്റെ പ്രിയപ്പെട്ട പെരേര ഫാമിലി വായിച്ച പിയാനോ. ഇതിൽ പരം സന്തോഷം ഒരപ്പച്ചന് വേറെ ഉണ്ടാകുമോ സാർ? എന്താ, അങ്ങനെയല്ലേ? ഇല്ല സുഹൃത്തെ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല. എന്താ സാർ? സാർ എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങള് ഇത്ര കാലം എവിടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ സാർ, ഞാൻ ആ കാശ് സ്വരൂപിക്കാൻ കപ്പലിൽ. ഇറ്റ്സ് ടു ലേറ്റ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ വരാമായിരുന്നില്ലേ? അത് മറ്റാർക്കെങ്കിലും വിറ്റുപോയോ? ഇല്ല, വിറ്റിട്ടില്ല. പിന്നെന്ത് പറ്റി സാർ? ഇനി അത് വിൽക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഞാൻ എന്താ നിങ്ങളോട് പറയാ? വരൂ, നമുക്ക് ഈ കടപ്പുറത്തൂടെ ഒന്ന് നടക്കാം. നോക്കൂ സുഹൃത്തെ, പരാജയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ് ഞാനെന്ന് പറഞ്ഞ് എന്നും കുറ്റപ്പെടുത്തുക എന്റെ റോസ. ഞാനൊന്നും മിണ്ടാതെ അതങ്ങ് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ അപ്പോഴെല്ലാം എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും അല്ല ഞാൻ എന്ന ഒരു ഊറ്റം വന്നു നിറയാറുണ്ട്. സംഗീതത്തിന്റെ ആത്മാവ് കണ്ടെത്തിയവനാണ് ഞാനെന്ന ഊറ്റം. ഒരുപക്ഷേ എന്റെ ആത്മാവിന്റെ തന്നെ ഭാഗമായിരുന്ന അത്തരം അഹന്തകൾ എത്രമാത്രം തുച്ഛമായിരുന്നു എന്ന് ഞാനിപ്പോ നിന്റെ മുന്നിൽ തിരിച്ചറിയുന്നു. സാർ ഇത്രയായിട്ടും ആ പിയാനോയെക്കുറിച്ച് ഒന്നും തെളിച്ചു പറഞ്ഞില്ല. ഈ കടലിനറിയാം എന്നെ, എന്റെ വേദനകളെ, എന്റെ വിജയങ്ങളെ, പതനങ്ങളെ എല്ലാം ഈ കടലിനറിയാം. ഈ നിലാവെളിച്ചത്ത് നീ കാണുന്നില്ലേ പിയാനോയുടെ കീബോർഡുകൾ പോലെയുള്ള